BJP SNDP കൂട്ടുകെട്ടിനെതിരെ UDF കൺവെൻഷനിൽ രൂക്ഷ വിമർശനം. അമിത് ഷാ രാഷ്ട്രീയത്തിന്റെയും കള്ളക്കച്ചവടത്തിന്റെയും വക്താവാണെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ മതേതര സ്വഭാവം തകർക്കാൻ ഗൂഢശ്രമം നടക്കുകയാണെന്ന് AK ആന്റണി ആരോപിച്ചു. LDFനെതിരെ കാര്യമായ വിമർശനമില്ലാതെയാണ് പ്രമുഖ നേതാക്കളെല്ലാം പ്രസംഗം അവസാനിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ മതേതരമുഖം തല്ലി തകർക്കാൻ മോദി അമിത് ഷാ കൂട്ടുകെട്ട് എത്തിക്കഴിഞ്ഞുവെന്ന് AK ആന്റണി കുറ്റപ്പെടുത്തി. വർഗീയ ശക്തികൾ വേരോടിയാൽ കേരളം ഭ്രാന്താലയമായി മാറും. അരുവിക്കരയിലെ നേട്ടം ആവർത്തിക്കാമെന്ന് BJP മോഹിക്കേണ്ടെന്നും AK ആന്റണി പറഞ്ഞു. കേരളത്തിൽ മാത്രം അങ്ങനെ ഇന്ത്യക്ക് മാതൃകയായി ഒരു സമുദായ സൗഹാർദ്ദം ഉണ്ടാകേണ്ട. അതുകൊണ്ട് സമുദായ സൗഹാർദ്ദത്തിന്റെ സാഹോദര്യത്തിന്റെ മതമൈത്രിയുടെ അന്തരീക്ഷം കേരളത്തിൽ തല്ലി തകർക്കണം. ഒരു വാശിയിൽ ഒരു വൈരാഗ്യത്തിൽ അജണ്ടയായി BJPയും RSSും നരേന്ദ്രമോദിയും അമിത്ഷായും ഏറ്റെടുത്തിരിക്കുകയാണ്. അവർക്ക് ചുട്ട മറുപടി ഈ പഞ്ചായത്തിൽ നമുക്ക് സാധിക്കണം. കേരളത്തിൽ ഭീകരവാദവും ഫാസിസവും കടന്നുവരാൻ അനുവദിക്കരുതെന്ന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടു. വർഗീയ അതേപോലെ തന്നെ ഭീകരവാദവും തീവ്രവാദവും ഫാസിസവും ഇവിടെ നിന്ന് നമ്മെ ചൂഷണം ചെയ്യുവാൻ ആരും അനുവദിക്കാതെ അത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത വിധം നാം ഒന്നിച്ചുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. അമിത് ഷാ രാഷ്ട്രീയ ഗുണ്ടായുസത്തിന്റെയും കള്ളക്കച്ചവടത്തിന്റെയും വക്താവാണെന്ന് VM സുധീരൻ. രാഷ്ട്രീയ ഗുണ്ടായുസത്തിന്റെയും രാഷ്ട്രീയ കച്ചവടത്തിന്റെയും വക്താവായിട്ടുള്ള അമിത് ഷാ നരേന്ദ്രമോദി ആ കൂട്ടുകെട്ടിൽ ആകൃഷ്ടരായി കച്ചവട മനസ്സുള്ള പലരും, കള്ളക്കച്ചവട മനസ്സുള്ള പലരും, അതുപോലെ തന്നെ പൊതുജീവിതത്തിൽ ഒരു തരത്തിലുള്ള ധാർമ്മികമായ ചിട്ടകളോ സമീപനമോ ഇല്ലാത്തവർ അതാത് കാലങ്ങളിൽ തങ്ങളുടേതായ നേട്ടങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവർ സംഘടിതമായി മുന്നോട്ട് വരുന്നു. മതേതരത്വത്തെക്കുറിച്ച് BJPയും അവരുടെ പിടിയാളുകളായിട്ടുള്ള പുത്തൻ കൂട്ടാളികളും മതേതരത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അറവുകാര് അഹിംസയെക്കുറിച്ച് പറയുന്ന ഒരു വിശ്വാസമാണ്, ഒരു സന്ദേശമാണ്, ഒരു ധാരണയാണ് ജനങ്ങൾക്കുണ്ടാകുന്നത്. വർഗീയതയ്ക്കും വിഭാഗീയ ചിന്തയ്ക്കും കേരളത്തിൽ സ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അനുദിനം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന BJP കേരളത്തിൽ ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നേടാൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ്. വിഭാഗീയതയ്ക്ക് കേരളം ഒരിക്കലും കൂട്ടുനിൽക്കത്തില്ല. ഇടതുമുന്നണി ദുർബലമാവുകയാണെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഈ ഗതി എങ്ങനെയാണ് CPM-ന് ഉണ്ടായതെന്ന് ആലോചിക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെറ്റായ രാഷ്ട്രീയമാണ് ഈ ആളുകൾ കൊഴിഞ്ഞ വർഗീയ പാർട്ടികളിലേക്ക് പൊക്കോണ്ടിരിക്കുന്നത്. CPM ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ വർഗീയതയെ താലോലിക്കുകയാണ്. UDF-ൽ അന്തഛിദ്രം ഒഴിവാക്കിയാൽ വൻ വിജയം നേടാമെന്ന് നേതാക്കൾ പ്രതികരിച്ചു. UDF-ന് പുറത്ത് സാമ്പാർ മുന്നണി രൂപീകരിക്കുന്നതിനെ അംഗീകരിക്കില്ലെന്ന് VM സുധീരൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കേരളത്തിലെമ്പാടും തെരഞ്ഞെടുപ്പ് നടത്തുക. ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്നും വ്യത്യസ്തമായി ഒരാളും ചിന്തിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രസ്ഥാനത്തിൽ സ്ഥാനവുമില്ല എന്ന് വ്യക്തമായി പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിനെ PK കുഞ്ഞാലിക്കുട്ടി അനുകൂലിച്ചു. ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണം. അത് അദ്ദേഹത്തിന് വാക്കടമെടുത്ത് ഞാൻ പറയട്ടെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എല്ലാവിധ സഹകരണവും ഈ കാര്യത്തിൽ ഉണ്ടാവും. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക VM സുധീരന് നൽകി ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രകാശനം ചെയ്തു. റിപ്പോർട്ടർ, കൊച്ചി.